കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക ക്യാമ്പ് ഇന്ന് ചരൽക്കുന്നിൽ. UDF വിടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ക്യാമ്പിൽ തീരുമാനം ഉണ്ടായേക്കും. UDF വിട്ട് പാർട്ടി MLA-മാർ നിയമസഭയിൽ പ്രത്യേകം ബ്ലോക്കായി ഇരിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും. വിശദാംശങ്ങളുമായി ബിജേഷ് ചേരുന്നു. ബിജേഷ്, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ചരൽക്കുന്നിനെ. യോഗം തുടങ്ങുന്ന ഓരോ നിമിഷവും ഒരുപക്ഷെ നിർണായകമായിരിക്കും. കടുത്ത തീരുമാനങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? യോഗത്തിനെത്തിയ ജോസ് കെ മാണി അടക്കം നൽകുന്ന സൂചന എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പ്രജീഷ്, ഇപ്പോൾ KM മാണി എത്തിയിരിക്കുന്നു. അതിൻ്റെ ബഹളമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. എന്തായാലും ചരൽക്കുന്ന് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ്. അല്പസമയക്കകം KM മാണി ഇപ്പോൾ വാഹനത്തിൽ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. അദ്ദേഹം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം ആയിരിക്കും ഉച്ചയ്ക്ക് 2 മണിയോടുകൂടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചരൽക്കുന്നിലെ ക്യാമ്പ് ആരംഭിക്കുക. എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ക്യാമ്പ് തന്നെയാണ് ചരൽക്കുന്നിലേത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ UDF-നകത്തു നിന്നും പുറത്തേക്ക് KM മാണിയും കൂട്ടരും കേരള കോൺഗ്രസ് എം പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെ നൽകിക്കൊണ്ടാണ് ക്യാമ്പ് ആരംഭിക്കുന്നത് തന്നെ. അത്തരത്തിൽ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നേരത്തെ ഒരു തീരുമാനം എടുക്കുകയും MLA-മാരുടെ ശക്തമായ ആവശ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. UDF വിടുക, UDF വിട്ട് പുറത്തു പോയി നിയമസഭയ്ക്കകത്ത് MLA-മാർ ഒരു ബ്ലോക്കായിരിക്കുക എന്ന ഒരു തീരുമാനം ആണ് കഴിഞ്ഞ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു തീരുമാനം ഔദ്യോഗികമായി കൈക്കൊള്ളുകയായിരിക്കും ഈ ക്യാമ്പിൻ്റെ പ്രധാന അജണ്ട എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. നേരത്തെ തന്നെ ജോസ് കെ മാണി അത്തരത്തിൽ ഒരു പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതായത് പ്രധാനമായിട്ടുള്ള നിർണായക തീരുമാനങ്ങൾ എന്തായാലും ഈ ക്യാമ്പോടുകൂടി ഉണ്ടാവും എന്ന് പറഞ്ഞു. നേരത്തെ തന്നെ അനുരഞ്ജന ശ്രമങ്ങളുമായിട്ട് UDF-ൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും പല നേതാക്കളും KM മാണിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് മാത്രമാണ് KM മാണിയെ നേരിട്ട് ഒന്ന് കാണാൻ പോലും സാധിച്ചിരുന്നത്. മറ്റു നേതാക്കളോടൊന്നും തന്നെ അദ്ദേഹം പ്രതികരിക്കുകയോ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് മാറി ചർച്ച ചെയ്യാനോ ഒന്നും തന്നെ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തില്ല. എന്തായാലും UDF-ൻ്റെ യോഗം പോലും KM മാണിയുടെ ചരൽക്കുന്നിലെ ക്യാമ്പിന് ശേഷം നടത്താം എന്ന ഒരു തീരുമാനത്തിലേക്ക് വരെ മാറ്റി. എന്തായാലും ഒരു നിർണായകമായ ക്യാമ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ MLA-മാരും പാർട്ടിയുടെ ഉന്നത അധികാര സമിതിയിലെ അംഗങ്ങളും ചേർന്ന് ഇപ്പോൾ ഒരു 11 മണിയോടുകൂടി സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരും. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും. എന്തായാലും ഭൂരിഭാഗം പ്രവർത്തകരും നേതാക്കളും ആവശ്യപ്പെടുന്നത് UDF-നകത്ത് നിന്ന് പുറത്തു പോകണം, പുറത്തു പോയിട്ട് ഒരു പ്രത്യേക ബ്ലോക്കായി നിൽക്കുക എന്നാണ്. അതേസമയം തന്നെ NDA-യിലേക്ക് പോവുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെയും ചർച്ച ചെയ്തിട്ടില്ല. അത് അജണ്ടയിലില്ല എന്നാണ് ഇന്നലെ തന്നെ ജോസഫ് എം പുതുശ്ശേരി നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും നിർണായകമായ ഒരു ക്യാമ്പ് അല്പസമയത്തിനകം ഇവിടെ ആരംഭിക്കും. 2 മണിക്ക് ക്യാമ്പ് KM മാണി ഉദ്ഘാടനം ചെയ്യും. ബാർക്കോഴ കേസടക്കമുള്ള കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് UDF-നകത്ത് നിന്നും നേരിടുന്ന പ്രതിസന്ധിയും വെല്ലുവിളികളും എല്ലാം തന്നെ KM മാണി അതിൽ വിശദീകരിക്കും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ചർച്ച മുന്നോട്ട് പോവുക. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും ഒന്നുകൂടി നാളെ രാവിലെ ഉന്നതാധികാര സമിതി യോഗം ചേരും. അതിൽ ചർച്ച ചെയ്ത് ഔദ്യോഗിക തീരുമാനം, അന്തിമ തീരുമാനം നാളെ ഉച്ചയോടുകൂടെ പ്രഖ്യാപിക്കും. എന്തായാലും UDF-ൽ നിന്ന് പുറത്തു പോയിട്ട് പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള ഒരു തീരുമാനം തന്നെ മാണി ഗ്രൂപ്പ് എടുക്കാൻ പോകുന്ന നിലപാട് സംബന്ധിച്ച് അതിൽ ജോസഫ് വിഭാഗം, പഴയ ജോസഫ് വിഭാഗം, ഇപ്പോൾ MLA സ്ഥാനത്തുള്ള ജോസഫ് വിഭാഗം, അവർക്ക് എന്തായാലും ഏറെ സ്വാധീനമുണ്ട്. ഒരു തീരുമാനത്തിലേക്കടക്കം പോകുന്നുണ്ടെങ്കിൽ യോഗത്തിന് മുന്നോടിയായി ജോസഫ് വിഭാഗവുമായി ബന്ധപ്പെട്ടിരുന്നോ? അവരൊക്കെ അവരുടെ MLA-മാർ PJ ജോസഫ് അടക്കം നൽകുന്ന സൂചനകൾ, അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ? പ്രജീഷ് സൂചിപ്പിച്ചത് ഒരു സുപ്രധാനമായ കാര്യം തന്നെയാണ്. നേരത്തെ കേരള കോൺഗ്രസ് എമ്മിനകത്ത് ഒരു ചെറിയ ചേരിതിരിവ് ഉണ്ടായിരുന്നു, ജോസഫ് വിഭാഗവും മാണി വിഭാഗവും എന്ന രീതിയിൽ. പക്ഷേ അത് മാറി മാണി കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ ജോസഫിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നും ജോസഫ് വിഭാഗം എല്ലാം തന്നെ മാണി സാറിൻ്റെ തീരുമാനത്തിനനുസരിച്ച് എന്ത് തീരുമാനം കൈക്കൊള്ളാനും തയ്യാറാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ജോസഫ് വിഭാഗവുമായി ബന്ധപ്പെട്ട നേതാക്കളും MLA-മാരും ഒക്കെ തന്നെ പ്രതികരിച്ചിരിക്കുന്നതും.
ഇന്നത്തെ യോഗത്തിന് കൃത്യമായിട്ട് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് PJ ജോസഫ് തന്നെയാണ്. മറിച്ച് മാണി സാർ എടുക്കുന്ന തീരുമാനത്തിന് മറിച്ച് വേറൊരു അഭിപ്രായമോ തീരുമാനങ്ങളോ ഒന്നും തന്നെ ജോസഫ് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്നും അറിയുന്നു. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ചേരിതിരിവെല്ലാം തന്നെ മാറി ഇവർ ഒറ്റക്കെട്ടായിട്ട് തന്നെ എടുത്ത ഒരു തീരുമാനം ആണ് UDF വിടുക എന്നുള്ളത്. നേരത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തൊരു കാര്യം, അതിൻ്റെ അന്തിമ തീരുമാനം ആയിരിക്കും ഇന്ന് ഉണ്ടാവുക. ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വീണ്ടും ചർച്ച ചെയ്യുക. അതിനുശേഷം സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും KM മാണി വിശദമാക്കും എന്ന് പറയുന്നു. ആ വിശദമാക്കിയ കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും ഒരു ചർച്ച ക്യാമ്പിൽ നടക്കും. അതിനുശേഷം നാളെ രാവിലെ വീണ്ടും സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരും. അതിൻ്റെ അവസാനം ഉച്ചയോടുകൂടെ ക്യാമ്പ് അവസാനിക്കുന്നതോടുകൂടെ മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങളെ കാണുമ്പോൾ കൃത്യമായിട്ട് UDF വിട്ട് പുറത്തു പോകാനുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും പ്രഖ്യാപിക്കുക എന്നറിയുന്നു. MLA മാരും MP മാരും മറ്റ് പാർട്ടി പോഷക സംഘടനയുടെ ഭാരവാഹികളും അടക്കം 220 അംഗങ്ങളാണ് ചരൽക്കുന്ന് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. എന്തായാലും UDFിൻ്റെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും വിധി നിർണ്ണയിക്കുന്ന രാഷ്ട്രീയ കേരളത്തിൽ തന്നെ വലിയൊരു മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു ക്യാമ്പാണ് ഇന്ന് ഉച്ചയോടുകൂടെ ആരംഭിക്കുന്നത്. അല്പസമയം KM മാണി അടക്കമുള്ള ഉന്നതാധികാര സമിതി അംഗങ്ങൾ പങ്കെടുക്കുന്ന യോഗം ആരംഭിക്കും. യെസ്, തീർച്ചയായും ബിജേഷിലേക്ക് എത്താം. UDF വിടാനുള്ള ധൈര്യം മാണിക്കില്ലെന്ന് ആന്റണി രാജു പറഞ്ഞു. ചരൽക്കുന്ന് ക്യാമ്പ് സമ്മർദ്ദതന്ത്രം മാത്രമാണ്. ബാർക്കോഴയിൽ ചെന്നിത്തലയല്ല മുഖ്യപ്രതി, ചെന്നിത്തലയേക്കാൾ ഉന്നതനായ വ്യക്തിയാണെന്നും ആന്റണി രാജു പ്രതികരിച്ചു. ഇന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട നിർണായക ഒരു യോഗം ചരൽക്കുന്നിൽ നടക്കുകയാണ്. എങ്ങനെയാണ് ഈ യോഗത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് ഇത് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ച് അവരുടെ കണക്കൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് ഈ യോഗത്തിൻ്റെ നിയന്ത്രണം അവരുടെ കൈവിട്ടു പോയിരിക്കുകയാണ്. ഇപ്പോൾ മാണി സാറ് ആദ്യം തുടങ്ങിയത് മാണി സാറിൻ്റെ അഴിമതി കറ കഴുകിക്കളയാനായിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് ആദ്യം ആരംഭിച്ചത്. അതിനുവേണ്ടി ഇപ്പോൾ ചരൽക്കുന്നിൽ വെച്ച് പാർട്ടിയെ ബലിയാടാക്കാൻ പോവുകയാണ്. ഞാൻ പറയട്ടെ, മാണി സാറിന് ഈ പാർട്ടിയോട് എന്തെങ്കിലും, ഈ പാർട്ടിയുടെ ജനങ്ങളോട് എന്തെങ്കിലും കൂറുണ്ടായിരുന്നെങ്കിൽ എത്രയോ സുപ്രധാനമായ വിഷയങ്ങൾ നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ അണികൾക്ക് വേദനയുണ്ടാക്കുന്ന കസ്തൂരി രംഗൻ, പട്ടയ പ്രശ്നം, ഇടുക്കി പാർലമെൻറ്റ് സീറ്റ്, റബ്ബർ വിലയിടിവ്, നാണ്യവിളകളുടെ വിലയിടിവ്, ഇങ്ങനെ കേരള കോൺഗ്രസിൻ്റെ ജനവിഭാഗങ്ങളെ സാരമായി ബാധിക്കുന്ന എത്രയോ വിഷയങ്ങളിൽ കോൺഗ്രസ് എതിരായി നിലപാടെടുത്തപ്പോൾ ഒന്നും തന്നെ ഒരു ദിവസത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ പോലും പങ്കെടുക്കുന്നതിൽ നിന്ന് ഒഴിവായി നിൽക്കാതെ അധികാരത്തിൻ്റെ കസേരയിൽ അള്ളിപ്പിടിച്ചയാളാണ് മാണി സാറ്. ഇപ്പോൾ അധികാരം കഴിഞ്ഞു, പ്രതിപക്ഷത്ത് വന്നു. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാം, അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഈ ബാർക്കോഴ കേസെന്ന് പറയുന്ന പ്രേതം അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ കൂടിയിട്ടുണ്ടെന്ന് അദ്ദേഹം നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ ഇടതുപക്ഷത്തിനെ അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ടൊന്ന് തെറ്റിയാൽ എന്തെങ്കിലും ആനുകൂല്യം ഇടതുപക്ഷത്തിൽ നിന്ന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയും അദ്ദേഹത്തിന് വ്യക്തിപരമായ കണക്കൂട്ടലുണ്ടായേക്കാം. അല്ലാതെ ഇത് കേരള കോൺഗ്രസിൻ്റെ അണികളുടെ വികാരമോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ പ്രതിദാനം ചെയ്യുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയോ ഉള്ള ഒരു നയമോ ഒരു തീരുമാനമോ അല്ലത്. ഇത് UDF അന്തിമമായിട്ട് വിടാനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ പോകാൻ മറ്റൊരിടമുണ്ടോ എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ടെന്ന് മാത്രമല്ല, അത് ആ പാർട്ടി പിളരും, രണ്ടാകും. ഇത് UDF പൂർണ്ണമായിട്ട് വിടുന്നു എന്നൊരു തീരുമാനമെടുത്താൽ എല്ലാ MLA മാരും അണികളും കൂടെ നിൽക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അതിന് വിടാനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല. ബാർക്കോഴ കേസിൽ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗം പ്രത്യേക സമിതിയെ നിയോഗിച്ചു. അതിൻ്റെ റിപ്പോർട്ട് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. റിപ്പോർട്ട് ഉണ്ടോ? താങ്കൾ ഇപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഒന്ന്. രണ്ട്, കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ ചതിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഇത് ഇപ്പോൾ ഈ യോഗം നടക്കുന്നത് ഒരു സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണോ? അല്ല, ഒരു രാഷ്ട്രീയ അതിലേക്ക് റിപ്പോർട്ട് പൂർണ്ണമായും മടങ്ങിയെത്താം. ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുകയാണ്. KM മാണി യോഗത്തിന് എത്തിയിരിക്കുന്നു. മാണിയുടെ പ്രതികരണം കൂടി വന്നിരിക്കുന്നു. യോഗത്തിന് ശേഷം രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുമെന്നാണ് KM മാണി പറഞ്ഞിരിക്കുന്നത്. സാലി, മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ, നിർണായക യോഗം സംബന്ധിച്ച് നിർണായക രാഷ്ട്രീയ തീരുമാനം എങ്ങനെയുണ്ടാകും തുടങ്ങിയ കാര്യങ്ങളിൽ മാണിയുടെ അഭിപ്രായം? പ്രജേഷ്, KM മാണി അല്പം മുമ്പാണ് ക്യാമ്പ് നടക്കുന്ന ചരൽക്കുന്നിൽ എത്തിയത്. അദ്ദേഹം ക്യാമ്പിൽ എത്തുന്ന വഴി നോക്കി മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞിരുന്നു തീരുമാനങ്ങളെ സംബന്ധിച്ച്. പക്ഷെ അദ്ദേഹം കാര്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. ക്യാമ്പ് തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഇപ്പോഴേ ഞാൻ ഒരു തീരുമാനമോ അഭിപ്രായമോ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ചില തീരുമാനങ്ങൾ ഉണ്ടാവാനിടയുള്ള ഒരു ക്യാമ്പ്
അല്ലെങ്കിൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ UDF രാഷ്ട്രീയത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാവാനിടയുള്ള ഒരു ക്യാമ്പ് എന്ന് തന്നെ വേണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്യാമ്പ് തുടങ്ങാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ക്യാമ്പ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി അല്പസമയത്തിനകം തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇവിടെ ചേരുന്നുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റി ആയിരിക്കും ഇന്നത്തെ ക്യാമ്പിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അജണ്ട നിശ്ചയിക്കുക. ഈ അജണ്ടയുടെ അടിസ്ഥാനത്തിലായിരിക്കും ക്യാമ്പിലെ വിഷയങ്ങൾ പരിഗണിക്കുക. സ്വാഭാവികമായും രാഷ്ട്രീയ കേരളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തു വന്ന കാര്യങ്ങളൊക്കെ തന്നെയാവും ഇന്നത്തെ ക്യാമ്പിൽ പ്രധാന ചർച്ചയായി ഉയർന്നു വരിക. രണ്ട് പോംവഴികളാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ, അല്ലെങ്കിൽ രണ്ട് നിലപാടുകളാണ് KM മാണിക്ക് മുന്നിൽ ഇനിയുള്ളത്. ഒന്ന് UDF വരിക, അല്ലെങ്കിൽ മറ്റൊന്ന് UDF-മായി ബന്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. UDF-ൽ വരാൻ കഴിയുന്ന സാഹചര്യമല്ല KM മാണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ളത്. പക്ഷേ UDF വിട്ടാൽ മറ്റെത്തും. അത് രാഷ്ട്രീയ അസ്തിത്വം നേരിടുന്ന ഒരു വിഷയമുണ്ട് KM മാണിയെയും കൂട്ടരെയും സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പൂർണ്ണമായും UDF ബന്ധം ഉപേക്ഷിച്ച് ഒരു തീരുമാനത്തിൽ എത്താനും കഴിയാത്ത രാഷ്ട്രീയ അതായത് സാലി കൊട്ടിഘോഷിച്ചൊക്കെ ഒരു ക്യാമ്പ് ചരൽക്കുന്നിൽ നടത്തുന്നു. പക്ഷേ അതിനുശേഷം എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കണം. മാത്രമല്ല, ചലനം സൃഷ്ടിച്ചാൽ കൂടി ഭാവിയിലേക്ക് കൂടിയുള്ള അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടു കൂടിയ തീരുമാനം കൂടി അതായിരിക്കണം. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മുന്നണി മാറ്റം എന്നതിലേക്ക് പോകാതെ UDF-നെ ഒന്ന് പ്രതിസന്ധിയിലാക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിനെ കാര്യങ്ങൾ വ്യക്തമാക്കുക, കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്കായിരിക്കുമോ പോവുക? പ്രജീഷ്, രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇന്നത്തെ യോഗത്തിന്റെ ഒരു അന്തിമ തീരുമാനം നിയമസഭയിൽ ഒരു പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ കേരള കോൺഗ്രസ് തീരുമാനിക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ മുന്നണി ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ സാധ്യതയില്ല UDF-ഉമായുള്ള. കാരണം പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മാണി ഗ്രൂപ്പിന്റേതടക്കമുള്ള ചെയർമാൻമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ നിലനിൽക്കുന്ന UDF-ലെ മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ്. ഒപ്പം മറിച്ച് മാണി ഗ്രൂപ്പിന്റെ പിന്തുണയോടുകൂടി UDF-ൽ കോൺഗ്രസിലെയും ലീഗിലെയും ഒക്കെ ചില പഞ്ചായത്ത് പ്രസിഡന്റുമാരും ചെയർമാൻമാരും സ്ഥാനങ്ങൾ പങ്കിടുന്നുണ്ട്. സ്വാഭാവികമായും ആ തരത്തിൽ താഴെ തട്ടിൽ UDF ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചാൽ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഭരണമാറ്റത്തിന് വഴിതെളിയും. അത് ഇപ്പോൾ സത്യത്തിൽ മാണി ഗ്രൂപ്പോ കോൺഗ്രസ് നേതൃത്വമോ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കൂടിയാവണം ഏതെങ്കിലും തരത്തിൽ ഒരു പൂർണ്ണമായ പിളർപ്പിൽ മുന്നണി വിടുന്ന സാഹചര്യം ഇല്ലാതെ പ്രത്യേക ബ്ലോക്കായി ഇരുന്ന ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതായിരിക്കാം മാണി ഗ്രൂപ്പ് എടുക്കാനുള്ള സമീപനം. മാത്രമല്ല, കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിന് പാർട്ടിക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. വിശേഷിച്ചും പഴയ ജോസഫ് വിഭാഗം, PJ ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ UDF ഇടുന്നതിനോട് മാനസികമായും രാഷ്ട്രീയമായും എതിർപ്പ് വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ പാർട്ടിയിൽ ഒരു പിളർപ്പുണ്ടാക്കാൻ KM മാണിക്ക് ഇപ്പോൾ ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രതീഷ് സൂചിപ്പിച്ചതുപോലെ UDF നേതൃത്വത്തിനും കോൺഗ്രസ് ലീഡർഷിപ്പിനും വളരെ കൃത്യമായ ഒരു സന്ദേശം നൽകുക, ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കും, അത്തരം ഒരു പ്രതീതി സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ് KM മാണി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി പരമാവധി കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇന്ന് എടുക്കാനിടയുള്ള പരമാവധി തീരുമാനം എന്ന് പറയുന്നത് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുക എന്നുള്ളതാണ്. സാലി, അതുകൊണ്ട് തന്നെയൊക്കെ ആയിരിക്കുമോ? കാരണം ഒരു മുന്നണി മാറ്റത്തിലേക്ക് അടക്കം പോകാത്ത ഒരു സാഹചര്യം അത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ PJ ജോസഫ് അടക്കം ഇന്ന് ഒരു കടുത്ത പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ ഒന്നും പോകുന്നില്ല. PJ ജോസഫിന് പോലും അല്ലെങ്കിൽ UDF-ന് ദുർബലപ്പെടുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടായേക്കില്ല എന്ന ഒരു നിലപാടായിരുന്നു ജോസഫ് സ്വീകരിച്ചത്. അങ്ങനെയെങ്കിൽ ഒക്കെയുള്ള പ്രതികരണങ്ങൾ ജോസഫ് ഒക്കെ ഒറ്റക്കെട്ടായി ഇന്ന് യോഗത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നിലപാടിലേക്ക്, അതായത് മുന്നണി മാറ്റത്തിലേക്ക് പോകില്ല എന്ന് തന്നെ നമുക്ക് ഒരു പക്ഷേ കൂടുതൽ ശതമാനം പറയാൻ കഴിയും. പ്രജീഷ്, തീർച്ചയായും അങ്ങനെ തന്നെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. സാങ്കേതികമായി പ്രത്യേക ബ്ലോക്കായി നിയമസഭയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മുന്നണി വിടുക എന്ന് തന്നെയാണ് സാങ്കേതികമായ അർത്ഥം. പക്ഷെ രാഷ്ട്രീയമായി മുന്നണി വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തില്ല. അത് പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലോക്കൽ ബോഡികളിലെ ഭരണം പങ്കിടുന്നത് സംബന്ധിച്ചുണ്ടാകാവുന്ന അനിശ്ചിതത്വമാണ്. മറ്റൊന്ന് PJ ജോസഫും കൂട്ടരും എടുക്കാനിടയുള്ള ഒരു സമീപനമാണ്. PJ ജോസഫും കൂട്ടരും ഇക്കാര്യത്തിൽ മറിച്ചൊരു നിലപാട്, KM മാണിയുടെ നിന്നും മറിച്ചൊരു നിലപാടെടുത്താൽ ചരൽക്കുന്നിലെ ക്യാമ്പ് മറ്റൊരു കേരള കോൺഗ്രസ് പിളർപ്പിനു കൂടി സാക്ഷിയായേക്കാം എന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതിന് സാങ്കേതികമായി ഒട്ടനവധി കടമ്പകൾ കടക്കേണ്ടി വരും. കാരണം പാർലമെന്ററി പാർട്ടിയിലും പാർട്ടി ലീഡർഷിപ്പിലും 33.3% ഒപ്പം നിർത്തിയാലേ PJ ജോസഫിന് ഈ പാർട്ടി ഇപ്പോൾ പുലർത്താൻ കഴിയൂ. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അത് മാണിക്ക് മുന്നിലുള്ള സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ ഒരു ഗുണഫലം കൂടിയാണ്. പക്ഷേ PJ ജോസഫ് ഇപ്പോൾ എടുക്കുന്ന സമീപനം KM മാണിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം ഒരു കേരള കോൺഗ്രസ് രാഷ്ട്രീയമായി നിലനിന്നാൽ സഭാ പിന്തുണ അടക്കം
അത് എങ്ങനെ സഭ നിലപാട് സ്വീകരിക്കും എന്നതൊക്കെ കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് കെ എം മാണി വളരെ കടുത്തൊരു നിലപാടിലേക്ക് പോകാനിടയില്ല. ഒരു മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ, ഒരു സന്ദേശം നൽകുന്ന രീതിയിൽ നിയമസഭയിൽ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കുക എന്നതിനപ്പുറം പരമാവധി എടുക്കാനുള്ള ഒരു തീരുമാനം അത് മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്. സാലി കൂടുതൽ വിവരങ്ങൾ തേടുക. കേരള കോൺഗ്രസിന്റെ ചരൽക്കുന്ന് ക്യാമ്പിൽ ഇപ്പോൾ കെ എം മാണി പറയുകയുണ്ടായി. കെ എം മാണി പറഞ്ഞ എല്ലാ നിലപാടുകളും ഈ യോഗത്തിന് ശേഷം കൈക്കൊള്ളും എന്നാണ് കെ എം മാണി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ചരൽക്കുന്ന് സമ്മേളനത്തിലേക്ക് വന്നതേയുള്ളൂ. ഇപ്പോഴേ ഞാൻ എങ്ങനെയാണ് പാർട്ടിയുടെ നിലപാട് പറയുന്നത്? പാർട്ടിയുടെ നിലപാട് ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാൻ വേണ്ടി കൂടുന്ന സംസ്ഥാന കമ്മിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. നിയോജകമണ്ഡലം പ്രസിഡന്റുമാരും സ്റ്റിയറിംഗ് കമ്മിറ്റിയും അവരുടെ എല്ലാ അഭിപ്രായങ്ങൾ കേട്ട് ചർച്ച ചെയ്ത് വിലയിരുത്തി ഏതാണ് മാർഗം ജോസ് കെ മാണിയുടെ പ്രതികരണം കൂടി. ചരൽക്കുന്നിലെ കേരള കോൺഗ്രസ് പാർട്ടി നടത്തുന്ന ക്യാമ്പുകളെല്ലാം നിർണായകമായ സുപ്രധാനമായ രാഷ്ട്രീയ സംഘടനാ തീരുമാനങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ തീരുമാനങ്ങളൊക്കെ ജനാധിപത്യപരമായി ചർച്ചയിൽ കൂടിയാണ് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അതിനു മുമ്പേ എന്തെങ്കിലും ഒരു പ്രവചനമോ ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഇറക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ഈ ചർച്ചകൾക്ക് എന്തെങ്കിലും അജണ്ട തീരുമാനിക്കുക അങ്ങനെയുണ്ടോ? ഞാൻ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഉണ്ടല്ലോ. ആ വിഷയങ്ങൾ സംഘടനാപരമായ വിഷയങ്ങളുണ്ട്, രാഷ്ട്രീയപരമായ വിഷയങ്ങളുണ്ട്. അതെല്ലാം ജനാധിപത്യപരമായ ചർച്ചയിൽ കൂടെ ആ തീരുമാനമെടുക്കും. ചരൽക്കുന്ന് ക്യാമ്പിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്ന് ജോസഫും പുതുശ്ശേരിയും പറഞ്ഞു. അല്ല, ചരൽക്കുന്ന് യോഗം ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. ചരൽക്കുന്നിലെ യോഗത്തിന് എല്ലാ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളും ചർച്ച ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ യുക്തമായ തീരുമാനമെടുക്കും. ഏതെങ്കിലും തരത്തിലുള്ള സമവായ ശ്രമങ്ങൾ, എല്ലാ കാര്യങ്ങളും ചരൽക്കുന്ന് ക്യാമ്പിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. സമവായ ശ്രമങ്ങൾ അവസാന ഘട്ടത്തിൽ നടന്നതിൽ എല്ലാ കാര്യങ്ങളും ചരൽക്കുന്ന് ക്യാമ്പിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ആ ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കും. എന്തെങ്കിലും തീരുമാനം മുൻകൂട്ടി എടുത്തുകൊണ്ടല്ല ഈ ക്യാമ്പിനെ സമീപിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി ക്യാമ്പ് ചർച്ച ചെയ്യും.